ഇത് ഞങ്ങൾക്ക് ഒരു കല്യാണ ആവശ്യം വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രോഗാവശ്യങ്ങൾ വന്നാലോ എന്ത് വന്നാലും ഇതൊന്ന് പണയപ്പെടുത്തി അല്ലെ ഇതിൽ നിന്നൊന്ന് ലോൺ എടുക്കുക അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പറ്റില്ല. മഴ പെയ്താലും അല്ലാതെ ആയാലും എന്തായാലും ഞങ്ങൾക്കൊരു നല്ല വീടാട്ടെ, ഒരു കാര്യങ്ങളും ഇല്ലാതെ കൊണ്ട് ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ആവശ്യങ്ങളും നടക്കണില്ല. തരാവുന്ന മോദിനി ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ സംസാരിച്ചതാ. ഈ ചരലുള്ള എല്ലാ വ്യക്തികളും ഉണ്ടായിരുന്നു. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽപ്പെട്ട കടങ്ങോട് പഞ്ചായത്തിലെ ആദൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. കാട്ടിൽച്ചിറ അല്ലെ ഈ ഒരു സ്ഥലത്തിന്റെ പേര്. 40 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയമില്ല. ഏകദേശം 14ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് 40 വർഷമായിട്ട്. ഇവർക്ക് ചിലതൊക്കെ പറയാനുണ്ട്. എന്തായാലും നമ്മുടെ പിണറായി സഖാവും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരൊക്കെ കേരളം അതിദാരിദ്ര്യമുക്തമാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ ഒരു സമയത്ത് കേരളത്തിൽപ്പെട്ട ചെറിയൊരു ഗ്രാമപ്രദേശത്താണ് ഞാനുള്ളത്. അതിദാരിദ്ര്യമുക്തമാണോ ഈ ഒരു ഗ്രാമം, എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം? ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ട കാലം അത്ര തെളിച്ചിട്ടുണ്ടായത് ഞങ്ങൾ ഈ ഒരു സ്ഥലം ഇത്രയും ഒരു സ്ഥലമാണ്. ഇത് ഞങ്ങൾക്ക് ഒരു കല്യാണ ആവശ്യം വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രോഗാവശ്യങ്ങൾ വന്നാലോ എന്ത് വന്നാലും ഇതൊന്ന് പണയപ്പെടുത്തി അല്ലെ ഇതിൽ നിന്നൊന്ന് ലോൺ എടുക്കുക അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പറ്റില്ല. മഴ പെയ്താലും അല്ലാതെ ആയാലും എന്തായാലും ഞങ്ങൾക്കൊരു നല്ല വീടാട്ടെ, ഒരു കാര്യങ്ങളും ഇല്ലാതെ കൊണ്ട് ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ആവശ്യങ്ങളും നടക്കണില്ല, ഒരു ആവശ്യങ്ങളും നടക്കണില്ല. കാരണം നമുക്ക് 10 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 4 സെന്റ് സ്ഥലം 3 സെന്റ് സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു അമ്മയപ്പനും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് പണയപ്പെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ അതേ വെച്ചിട്ട് ലോൺ എടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതൊന്നും ഞങ്ങൾക്ക് പറ്റാതെ കണ്ട് ഞങ്ങൾക്ക് ഈ ചെറയില് ഞങ്ങൾക്ക് ഒരു അവകാശങ്ങളും തരുന്നില്ല. പഞ്ചായത്ത് വരുമ്പോഴും ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ ചെറ ഭാഗത്തേക്ക് ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കാറുമില്ല. ഈ ചെറ ഭാഗത്ത് വേണ്ട ഒരു വ്യക്തികൾക്ക് ഒരു സഹായങ്ങളും ചെയ്യാറില്ല. എത്ര വർഷമായിട്ട് നിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്? ഞങ്ങൾ ഈ 40 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. 40 വർഷമായിട്ടുണ്ട്. ഈ 40 വർഷത്തിലിടക്ക് ഇവിടുത്തെ ജനപ്രതിനിധികൾ, MLA അതുപോലെ MP ഇവരോടൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടു? ഇതേപോലെ സംസാരിക്കലുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങള്, എന്തെല്ലാം പദ്ധതികളുണ്ട് ഇപ്പൊ ഈ ലോകത്ത് ഓരോ കുടുംബത്തിനും കൊടുക്കേണ്ടത്. ഞങ്ങളോട് ചെല്ലാൻ പറയുന്നത് അത് ഇവിടെ തന്നെ ഒരു വിജയേട്ടൻ പറയാം. മൂപ്പര് പറയും അങ്ങനെ അവിടെ ഒരു ഇതുണ്ട്, അപ്പൊ നിങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് വരികയെ നമുക്ക് പട്ടയത്തിന്റെ കാര്യം നോക്കാത്താന്ന് പറയും. പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിജയേട്ടൻ എന്ന് പറയും, കരൂത്തല്ലേ ഗോപിയേട്ടന്റെ ഒരു ഏട്ടനാ, അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ തന്നെ വിളിക്കും കൊണ്ടുപോയി ഓരോരോ സ്ഥലങ്ങളിൽ മന്ത്രി വരുന്നിടത്തൊക്കെ ഞങ്ങളെ കൊണ്ടുപോയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ കൊണ്ടുപോയാലും ഞങ്ങൾക്കൊന്നും കിട്ടില്ല. അതില് 2 വീട്ടുകാർക്ക് ഒരു കൈവശ രേഖ പറഞ്ഞിട്ട് ഒരു തന്നെ പട്ടയം കിട്ടില്ല. അവര് പറയണ ഇതിന് തരാൻ പറ്റില്ല എന്ന് പറയണ. കാരണം ഈ ചെറ ഒരെണ്ണം ഇവിടെ രൂപാന്തരപ്പെടുത്തിയത് കാരണം കൊണ്ട് ഈ ചെറ കൃഷിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തതാണ്. ആയതിനാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ആ ഒരു ഇത് പറഞ്ഞിട്ട് അവര് പട്ടയം തരാൻ പറ്റില്ലെന്നാ പറയണത്. അതായത് മന്ത്രി നേരിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും, അതായത് AC മൊയ്തീൻ നേരത്തെ മന്ത്രിയായിരുന്ന സമയത്ത് അതല്ലേ AC മൊയ്തീൻ ഇവിടെ തരാവുന്ന AC മൊയ്തീൻ ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ സംസാരിച്ചതാ. ഈ ചരലുള്ള എല്ലാ വ്യക്തികളും ഉണ്ടായിരുന്നു ഇവിടെ. ശരിക്കും എത്ര വീടുകളുണ്ട് ഇവിടെ? 14 വീടുണ്ട്. 14 വീടുകൾ. ഈ 14 ആളുകൾക്കും യാതൊരുവിധ രേഖയില്ല, ഒരു രേഖയില്ല. ഇപ്പം ഞങ്ങൾ താമസിക്കേണ്ട ഇന്നിപ്പോ ഒളിപ്പിച്ചാൽ ഞങ്ങൾ പോണത്രക്കന്നല്ലോ, അല്ലാണ്ട് പിന്നെ യാതൊരു ഞങ്ങൾക്ക് യാതൊരു അഡ്രസ്സും ഇല്ല. സത്യം പറയാം. എല്ലാവരും എന്തേലും ലോൺ പാസ്സാക്കി തരേ, ഒരു വീട് നന്നാക്കാനാ, എന്തിനായാലും ഒന്നും ചെയ്യേണ്ട. ഇത്ര ഈ ചെറിയ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഗവൺമെന്റ് ഭാഗത്ത് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളില്ല. നിങ്ങൾ അന്വേഷിച്ചാൽ അവിടെ അറിയാം ഒക്കെ കിട്ടിയിട്ടോ ഇല്ല. ഓരോ ആനുകൂല്യങ്ങളും ഇല്ല. ഞങ്ങൾക്കൊരു കുടിലുണ്ടാക്കി ഞങ്ങൾ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാം വയ്യാത്തവരും ആകുന്നവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചെയ്തിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നെ വീട് കുടുംബം ഇതൊക്കെ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം. ആരോട് പറയണ ആവശ്യമില്ല. ഈ ചെറിയ ചെറിയ കുട്ടികളാണ് ഇപ്പൊ ഉണ്ട്, എവിടെയും ഇല്ല. ഈ ചെറിയ കുട്ടിയിൽ 2-3 പെൺകുട്ടികളുള്ളവരുണ്ട്. കല്യാണം കഴിയുന്ന സമയത്ത് ഉണ്ട് ഒരു എന്തെങ്കിലും കൊടുക്കാനാ പിടിക്കാനാ ഒരു 10 അതായത് കൊണ്ടുവച്ച് ആ മക്കളെ ഇറക്കി കൊടുക്കണം.
നിങ്ങൾക്ക് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ട്. രോഗങ്ങൾ, എനിക്കൊരു പണിയെടുക്കാൻ പറ്റാത്ത ഒരാളാണ്. കാരണം ഞാൻ ഹാർട്ടിന്റെ ഓപ്പറേഷനും എല്ലാം കഴിഞ്ഞ് എനിക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതുപോലെ എനിക്ക് 2 ആൺകുട്ടികളായിരുന്നു. അതിൽ ഒരാൾ കഴിഞ്ഞ 3 മാസം മുന്നേ മരിച്ചും പോയി. എന്റെ ഭർത്താവിനാണെങ്കിൽ ഷുഗർ, കൊളസ്ട്രോൾ എന്നിവിടെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മൂപ്പർക്കും ഉണ്ട്. ഞങ്ങൾ 2 പേരാണ് ഇപ്പൊ ജീവിക്കുന്നത് തന്നെ. ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഇന്ന് വരെ, എനിക്ക് 60 വയസ്സായി, ഈ 60 വയസ്സിനോടടുക്ക് ഇന്ന് വരെ ഒരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് റേഷൻ കാർഡോ അതുപോലത്തെ രേഖകളൊക്കെ റേഷൻ കാർഡും ഉണ്ട്. അതും ഇപ്പൊ ഞാൻ ഒരു ഇതില്ലാത്ത രീതിയിൽ അതും ഇരിക്കുന്നത്. നല്ല മഴയൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെ വെള്ളാണ്, നെറ്റ് വെള്ളാണ്. വീടിന്റെ മുട്ടും അകത്ത് അടുക്കളയിലൊക്കെ വെള്ളാണ്. അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് ഭയപ്പെട്ടില്ല. അവിടെ ഇറങ്ങിയിട്ടൊക്കെ അടുക്കളയിലൊക്കെ വെള്ളാണ്. രാത്രി കിടക്കാൻ പറ്റില്ല. എന്നപ്പോ ആരോട് പറയണില്ല. അപ്പൊ ഏതെങ്കിലും കാലത്ത് നന്നാക്കാൻ തോന്നിയാല് മന്ത്രിമാരായാലും ആരായാലും വെള്ളം നന്നാക്കി കിടക്കട്ടെ. ഇല്ല ചെല്ല, അത്രയ്ക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊന്ന് പറയാം. അതുപോലെ തന്നെ ഈ കുടുംബങ്ങളിലൊന്നും ഒരു ആണുങ്ങളില്ലാത്ത കുടുംബങ്ങളാണ്. മനസ്സിലായില്ല, ഒരൊറ്റ ഒരു ഇതില്ലാത്ത ഒരു ഇതാണ്. അവർക്കൊക്കെ ജീവിക്കണ്ടേ. അതുപോലെ തന്നെ ഇത് ഭർത്താവില്ല, ഒരു മകൻ മാത്രമേ അതിനുള്ളൂ. അതിന്റെ മകള്, എന്റെ മകനാ കല്യാണം കഴിച്ച, അതും പോയി. ഒരാശ്രയമില്ല ഞങ്ങൾക്ക്. നിങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും നേരത്തെ ഈ മന്ത്രി വന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. മന്ത്രി അന്ന് എസി മൊയ്തീൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എത്ര സമയത്തിനുള്ളിൽ പട്ടയം തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സമയത്തിന്റെ ഉള്ളിലൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സമയത്തിന്റെ ഉള്ളിലൊന്നും പറഞ്ഞില്ല. നമുക്ക് പട്ടയം മേടിച്ചു തരാമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആളൊന്നും അതിനെ കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. വന്നിട്ടില്ല. പിന്നെ പറയണത് തന്നെയാണ് പിന്നെ പട്ടയം കിട്ടിയപ്പോ പിന്നിപ്പോ എന്താ വെച്ചാൽ ഈ കുളം പ്രമാണിച്ചാണ് ഇത് കിട്ടാത്തതാണ് പറയുന്നത്. കുളം അങ്ങനെയാണ്. ഗ്രൗണ്ടല്ല, പണ്ട് കൃഷി പണിതാർന്ന സ്ഥലമാണ് ഇതൊക്കെ. അപ്പൊ ഇപ്പോഴാണ് പന്ത് കളി തുടങ്ങിയത്. ഇപ്പൊ വെച്ചിങ്ങനെ ഒരു കുട്ടികൾക്ക് ഇപ്പൊ 10-30 വയസ്സായി. അവിടെ നിങ്ങടാണ് കുട്ടികൾ കളി തുടങ്ങിയത്. ഇവിടെ ചെറിയ കുട്ടികൾ ആദ്യം, പിന്നെ വലിയൊരു, പിന്നെ വലിയ ആൾക്കാരായിട്ട് നിന്നിട്ട് കുളത്തിലെ വെള്ളം പറ്റി കഴിയുമ്പോൾ അവരായിട്ട് ഒരു എന്താ പറയാ കളിയുടെ ഒരു റിസ്കിൽ വന്ന് ചെയ്യണമെന്ന് അതിനകത്ത് വേറെ ഒരു കാര്യം. അല്ലാണ്ട് ഒരു കാര്യമില്ല. ഇത് കൃഷിക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയതാന്നാ പറയുന്നത്. അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടാണ് ഞങ്ങക്ക് ഇപ്പൊ 40-50 കൊല്ലായി ഞങ്ങളൊക്കെ ഇവിടെ താമസിച്ചില്ലേ. 43 കൊല്ലായി ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായി. കുട്ടികൾക്ക് 34-35 വയസ്സായി. നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടോ? നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകാറുണ്ടോ? അത് ഞാൻ രാഷ്ട്രീയം ആണെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും വോട്ട് ചെയ്യാതെ ഇരുന്നിട്ടില്ല. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ലാഭകലും എല്ലാവരും കയറി വരാറുണ്ട്. എല്ലാവർക്കും ചെയ്യാവുന്ന വോട്ടുകൾ നമ്മൾ ചെയ്യാറുമുണ്ട്. പക്ഷെ എന്താ ഗുണം? ഏതെങ്കിലും പാർട്ടിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടോ ഈ കൂട്ടത്തില്? ഞാൻ അറിയാം, ആരുമില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, പോണില്ല. പക്ഷെ എല്ലാവരും വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിയായിരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാര് ഭരിക്കുമ്പോ അവരും പറഞ്ഞിട്ടുണ്ട്, മാർക്സിസ്റ്റുകാര് ഭരിക്കുമ്പോ അവരും പറഞ്ഞിട്ടുണ്ട്. അവര് 2 കൂട്ടരായിട്ടും തന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഇത്ര കാലമായില്ലേ? ഇത്ര കൊല്ലത്തിന്റെ ഉള്ളിൽ 2 കൂട്ടരും ഭരിച്ചല്ലോ. BJP മാത്രമേ ഭരിക്കാത്തുള്ളൂ. ഇനി BJPയിലേക്ക് പോകണം എന്നുള്ള ചിന്ത ഉണ്ടോ? അങ്ങനെ വന്നപ്പോ നമുക്ക് ആലോചിക്കാം. എന്തായാലും ഇവിടെ ഓക്കെ, ഞാൻ ചോദിച്ചു. കാര്യങ്ങളാവട്ടെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? എന്തായാലും ഇവിടെ ഏകദേശം 14ഓളം വീടുകളുണ്ട്. 40 വർഷത്തിന് മുകളിലായിട്ട് അല്ലെ? 45 വർഷമായി. ഫസ്റ്റ് വന്ന ആള് 45 വർഷം. 45 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് ഇവര്. ഇവർക്ക് ഇത്രയും കാലമായിട്ട് ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എല്ലാ പാർട്ടിക്കാരും പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എസി മൊയ്തീൻ മന്ത്രി ആയിരിക്കുന്ന സമയത്ത്, കുന്നംകുളത്തിന്റെ ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് വന്ന് പട്ടയം കൊടുക്കാം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. 45 വർഷമായിട്ട് ഒരു ആനുകൂല്യമില്ല. ഇവരുടെ വീടുകളൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. അതിദാരിദ്ര്യ മുക്ത കേരളത്തിലാണ് ഈ വീടുകളൊക്കെ ഉള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരിവിടെ ജീവിച്ചു പോകുന്നത്. പലരും കൃത്യമായി ചികിത്സ കിട്ടാതെയും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ആളുകൾ മരിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ കഷ്ടമാണ് ഇവരുടെ കാര്യം. എന്നാലും ഇവരുടെ ഒരു വീടുകളിലെ ചിത്രങ്ങൾ കൂടെ നിങ്ങൾക്ക് ആ വിഷ്വലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. തിരഞ്ഞെടുപ്പ് ഈ ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്.
ഇവിടെ കുന്നംകുളത്തെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. എന്തായാലും മത്സരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഇവരുടെ ഒരു വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു സമയത്ത് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്.